2019 ഫെബ്രുവരി 14 ലോകം പ്രണയത്തിന്റെ മധുരം നുണയുമ്പോൾ ഭാരതാംബയുടെ പ്രിയപുത്രന്മാർ മഞ്ഞുവീണ കശ്മീരിലെ പാതകളിലൂടെ ഒരു ദീർഘയാത്രയിലായിരുന്നു. ദേശീയപാത 44-ൽ 78 ബസ്സുകളിലായി മാതൃഭൂമിയുടെ കാവലാളുകൾ. വീടുകളിലെ കാത്തിരിപ്പുകളെക്കുറിച്ചും പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയെക്കുറിച്ചും സംസാരിച്ചു നീങ്ങിയ ആ 2500 സൈനികർക്ക് മുന്നിലേക്ക് മരണം പാഞ്ഞെത്തിയത് ഒരു ചാവേർ വാഹനത്തിന്റെ രൂപത്തിലായിരുന്നു. ആ നിമിഷം പുൽവാമയൊന്ന് നടുങ്ങി. ഭീകരതയുടെ ആ കറുത്ത കൈകൾ ചിന്നിച്ചിതറിച്ചത് 40 ധീരജവാന്മാരുടെ ജീവനായിരുന്നു. വയനാട് ലക്കിടി സ്വദേശി വി വസന്തകുമാർ ഉൾപ്പെടെയുള്ള ആ രക്തസാക്ഷികൾ ബാക്കിവെച്ചത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ. രാജ്യം തേങ്ങി. പക്ഷേ ആ തേങ്ങലിൽ ഒളിപ്പിച്ചു വെച്ചത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പായിരുന്നു. സ്ഥലവും സമയവും സൈന്യം തീരുമാനിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വെറും വാക്കുകളായിരുന്നില്ല. ആക്രമണത്തിന്റെ 12ാം നാൾ പുലർച്ചെ 3:30 ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് വിമാനങ്ങൾ അതിർത്തി കടന്ന് പറന്നു. ശത്രുവിന്റെ കോട്ടയായ ബാലാക്കോട്ടിലേക്ക് അഗ്നിവർഷമായി അവർ ഇരമ്പിയിറങ്ങി. ചരിത്രത്തിന്റെ താളുകളിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ആധുനിക ഭാരതം അതിർത്തി കടന്ന ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ ആഞ്ഞടിച്ചു. ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങൾ ഇന്ത്യൻ വ്യോമസേന തകർത്തെറിഞ്ഞപ്പോൾ അത് ലോകത്തിനുള്ള വ്യക്തമായ സന്ദേശമായിരുന്നു. ഇത് നിശബ്ദമായി വേദന സഹിക്കുന്ന പഴയ ഇന്ത്യയല്ല, മറിച്ച് ശത്രുവിന്റെ ഗുഹയിൽ കയറി തിരിച്ചടിക്കാനും രാജ്യത്തിന്റെ അഭിമാനം കാക്കാനും തരിമ്പും മടിയില്ലാത്ത പുതിയ ഇന്ത്യ. പുൽവാമയിലെ ആ ജ്വാലകൾ ഇന്നും ഓരോ ഇന്ത്യക്കാരന്റെയും സിരകളിൽ പടരുന്നുണ്ട്. ജന്മനാടിനു വേണ്ടി ജീവൻ നൽകിയ ആ 40 വീരപുത്രന്മാർക്ക് മുന്നിൽ ആത്മാഭിമാനത്തോടെ രാജ്യം ഇന്ന് ശിരസ് നമിക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.